ഇൻട്രോവേർട്ടുകൾ പൊതുവെ 4 തരത്തിലാണുള്ളത്. നമ്മൾ പക്ഷെ ഒറ്റ കാറ്റഗറിയാണ് ഇൻട്രോവേർട്ട് എന്ന് വിളിക്കുന്നത്. നമ്പർ 1 സോഷ്യൽ ഇൻട്രോവേർട്ടുകളാണ്. അവര് സോഷ്യൽ ആകുന്നതിന് പ്രത്യേകിച്ച് ഷൈ ആയിരിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യില്ല. സോഷ്യലി വളരെ കണക്റ്റഡ് ആയിട്ടൊക്കെ നിൽക്കാൻ അവർ എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷെ അധിക സമയം അവർക്ക് അങ്ങനെ നിൽക്കാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. ക്ലോസ് ഫ്രണ്ട്സിനൊക്കെ ഇടയിൽ വളരെ അടിപൊളിയായിട്ട് അടിച്ചു പൊളിക്കുന്ന കൂട്ടരാണ് ഇവര്. നമ്പർ 2 എന്ന് പറയുന്നത് തിങ്കിങ് ഇൻട്രോവേർട്ട് ആണ്. ഇവര് സോഷ്യലി ഒക്കെ ഇൻവോൾവ് ആകുന്നതിൽ കുഴപ്പമില്ല, പക്ഷെ കൂടുതൽ എലോൺ ടൈം ആവശ്യമായിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് ചിന്തിക്കാനും ഡേ ഡ്രീമിങ്ങും ഒക്കെയാണ് ഇഷ്ടം. നമ്പർ 3 ആങ്ഷ്യസ് ആയിട്ടുള്ള ഇൻട്രോവേർട്ടുകളാണ് കേട്ടോ. ആങ്ഷ്യസ് ഇൻട്രോവേർട്ടിനാണെങ്കിൽ അവരുടെ ക്ലോസ് സർക്കിളിൽ പോലും അധിക സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അവർക്ക് ഒരു തനിച്ചിരിക്കണം, അല്ലെങ്കിൽ ക്രേവ് എലോൺ ടൈം എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലായിട്ടുള്ള ആൾക്കാരാണ്. നമ്പർ 4 ആണ് നമ്മൾ പൊതുവെ ഇൻട്രോവേർട്ട് എന്നുള്ള തരത്തിൽ പറയുന്നത്. അതായത് അവര് റീസ്ട്രെയിൻഡ് അല്ലെങ്കിൽ റിസർവ്ഡ് ആയിട്ടുള്ള ഇൻട്രോവേർട്ട് ആണ്. വളരെ റിസർവ്ഡ് ആണ്, അല്ലെങ്കിൽ അവർ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കും, ഒറ്റയ്ക്കാണ് എന്നൊക്കെ നമ്മൾ പറയില്ലേ. അങ്ങനെ ഒരു സ്പെഷ്യൽ കാറ്റഗറി, അവരെയാണ് നമ്മൾ പൊതുവെ ഇൻട്രോവേർട്ട് എന്ന് വിളിക്കുന്നത്. പക്ഷെ അവർ ഈ 4ാമത്തെ കാറ്റഗറിയിലാണ്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ 3 കൂട്ടരും ഇൻട്രോവേർട്ടുകൾ തന്നെയാണ്. ഇതിൽ ഏത് വിഭാഗത്തിലുള്ള ഇൻട്രോവേർട്ടിനെയാണ് നിങ്ങൾക്ക് അറിയാവുന്നതെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അതല്ല നിങ്ങൾ ഇതിൽ ഏത് ഇൻട്രോവേർട്ട് ആണെങ്കിലും ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ.